ഇതിന്റെ അകത്ത് ഇന്ത്യയിൽ ദേശീയ ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം. ഇവരെല്ലാം കോൺഗ്രസിനോടൊപ്പം വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കടക്കം നാളെ ഒന്നും ചെയ്യാനാവാതെ അവർ ദുർബലരായി നിൽക്കും. ഈ ഒരു ദേശീയ ബദൽ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സംസ്ഥാനത്തെ ചോദ്യങ്ങൾ മാറി ദേശീയ ചോദ്യങ്ങൾ വരുമ്പോൾ ഏകദേശീയ മതേതരത്വ ബദലായി കോൺഗ്രസ് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തോറ്റ സംസ്ഥാനങ്ങളിൽ ജോർജ് കുര്യൻ, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് യഥാർത്ഥത്തിൽ ശക്തമായ ഒരു NDA രൂപീകരണത്തിന് BJPക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഷാനവാസ് ചൂണ്ടിക്കാട്ടുന്നത്. BJPക്ക് ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടുന്നത് നരേന്ദ്രമോദിയെ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി കൊടുക്കുന്ന ഒരു പ്രതീക്ഷ അത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ജനങ്ങളുടെ മുമ്പിൽ നരേന്ദ്രമോദി വെക്കുന്ന അജണ്ടകൾ അതേ രീതിയിൽ ജനങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ അജണ്ടയെ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ടോ? ശ്രീ P. കരുണാകരൻ പറഞ്ഞ ഒരു സത്യമുണ്ട്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ്സുകാർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് ശ്രീ P. കരുണാകരൻ പറയുകയുണ്ടായി. അതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട യാഥാർത്ഥ്യം അതാണ്. കാരണം ശ്രീ ഷാനവാസ് പറയുന്നത് പോലെ എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് തന്നെ വരുമെന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്കിപ്പോൾ അറിയാം. ആരാണ് വരാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് നരേന്ദ്രമോദിയാണ്. BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആകുമ്പോൾ കണ്ടോളൂ ഏതൊക്കെ പാർട്ടി വരുമെന്ന്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ മൂന്നാം മുന്നണിയാണ്. മൂന്നാം മുന്നണിയുടെ മനസ്സിലിരിപ്പാണ് ശ്രീ P. കരുണാകരൻ പറഞ്ഞത്. ബംഗാളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റുമോ? ഈ രാജ്യസഭാ സീറ്റിൻ്റെ മത്സരത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി മമതാ ബാനർജിക്ക് എതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാൻ ശ്രമിക്കുന്നു. അപ്പം മമതാ ബാനർജി എവിടെ വരും? BJPയുടെ കൂടെ വരും, യാതൊരു സംശയവും വേണ്ട. ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. ശ്രീ P. കരുണാകരൻ പറഞ്ഞ ആ ആംഗിളാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ ചർച്ചയിൽ മൂന്നാം മുന്നണി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഇരു മുന്നണികളെയും നയിക്കുന്ന രണ്ട് വ്യക്തികൾ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും യഥാർത്ഥത്തിൽ മൂന്നാം മുന്നണി എന്ന സാധ്യതയ്ക്ക് വലിയ സാധ്യതകളാണ്, വലിയ ആക്കമാണ് നൽകാൻ പോകുന്നത്. കാരണം ഈ രണ്ട് നേതാക്കളും ഒരേ സമയം ഈ മുന്നണികൾക്ക് ശക്തിയായിരിക്കെ തന്നെ ബാധ്യത കൂടിയായി മാറുകയാണ് ചില പ്രചാരണങ്ങളിൽ. ഉദാഹരണത്തിന് UPAക്ക് പക്വതയുള്ള ഒരു ശക്തനായ നേതൃത്വമില്ല എന്ന ആരോപണം എതിർവശത്ത്, മോദിക്കെതിരെയുള്ള വർഗീയ ആരോപണങ്ങൾ മറുവശത്ത്. യഥാർത്ഥത്തിൽ ഈ സാധ്യതയെ വിപുലീകരിക്കുന്നതിന് പകരം തീരെ ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ നിലനിർത്തിക്കൊണ്ട് മുൻപ് പരീക്ഷിച്ച് പരാജയപ്പെട്ട അതേ പാതയിൽ തന്നെയല്ലേ ഇടതു പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രഭാവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കെ. അല്ല, എന്താണ് ചോദ്യം എന്ന് മനസ്സിലായില്ല. ചോദ്യം ഇതാണ്, ആം ആദ്മി പാർട്ടി അതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കാം, അല്ലെങ്കിൽ ഡൽഹിയിൽ മാത്രമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പ്രതിഭാസമായിരിക്കാം. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുന്ന ജനവിഭാഗത്തെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു പുതിയ മുന്നേറ്റം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു മൂന്നാം ബദലിനുള്ള മുന്നേറ്റം ഇടതു പാർട്ടികൾ നടത്തേണ്ടിയിരുന്നതല്ലേ? അല്ല, അത് എന്തൊക്കെയാണ് ഇടതു പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത്? എന്താണ് മൂന്നാം ബദലിൻ്റെ രൂപഭാവങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഏതൊക്കെ പാർട്ടികൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പാർട്ടികളിൽ ഏതൊക്കെ പക്ഷത്തേക്ക് എപ്പോഴൊക്കെ മാറും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്രസക്തമാണ്. അത് ഒരുപക്ഷെ വളരെ നേരത്തെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യവുമാണ്. ആത്യന്തികമായി ഇന്ന് ഇപ്പോൾ കൂടിച്ചേർന്നിട്ടുള്ള പാർട്ടികൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പാർലമെൻറ്റിൽ ഒരു ബ്ലോക്കായിട്ടിരിക്കാൻ പോകുന്നു. ഞങ്ങൾ മതനിരപേക്ഷതയുടെയും അതുപോലെ തന്നെ വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതോ വലിയ പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. വെങ്കടേഷ് രാമകൃഷ്ണൻ. P. കരുണാകരൻ, യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കെതിരെ ഒരു പുതിയ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മുസഫർ നഗറിൻ്റെ കറ സമാജ്വാദി പാർട്ടിയുടെ ശരീരത്തുണ്ട്. അല്ല, വർഗീയതയ്ക്കെതിരായിട്ടും അതേപോലെ തന്നെ പുതിയ സാമ്പത്തിക നയങ്ങൾക്കും എതിരായിട്ടും ഇടതുപക്ഷ പാർട്ടികളും മതേതര ശക്തികളും യോജിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇത്തരം ചില പാർട്ടികളൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രബാബു നായിഡു ആയാലും മുലായം സിംഗ് ആയാലും മാറി മാറി വന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ സൂചിപ്പിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണം തന്നെയാണിത്. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ആ പരീക്ഷണത്തിന് കാരണം ഒരു ഭാഗത്ത് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളും മറുഭാഗത്ത് കോൺഗ്രസ് അതിൻ്റെ ഭരണത്തിൽ നടപ്പിലാക്കിയ കാര്യങ്ങളുമാണ്. അപ്പോൾ അത്തരം ചുറ്റുപാടിൽ പഴയ കാലഘട്ടത്തിൽ ഇത്തരം ചില പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കാലുമാറ്റം ഉണ്ടായിട്ടുണ്ട്, ചില തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വന്നുകൊള്ളണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴും മൂന്നാം മുന്നണി എന്നുള്ളതല്ല. പക്ഷേ ഇതിന് രണ്ടിനുമെതിരായിട്ട് വരുന്നൊരു ധ്രുവീകരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അതൊരു ചരിത്രപരമായ അനിവാര്യമായ ഘടകമായിട്ട് മാറുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അല്ല BJPയും അല്ല, അതല്ലാത്ത ഒരു ശക്തിയായിരിക്കും തീർച്ചയായിട്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പോവുക എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഉള്ളത്. അതിൻ്റെ രൂപവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ശ്രീ എം എ ഷാനവാസ്, താങ്കളിലേക്ക് ഒരിക്കൽ കൂടി. താങ്കൾ മുൻപ് സൂചിപ്പിച്ചു എന്തൊക്കെ പരീക്ഷണങ്ങൾ നടന്നാലും ഏതൊക്കെ പാർട്ടികൾ എവിടെയൊക്കെ നിന്നാലും അവസാനം കോൺഗ്രസിൻ്റെ ചിറകിനടിയിലേക്ക് എത്താനുള്ളവയാണ് ഇവയെന്നാണ്. പക്ഷേ സ്വന്തം ശക്തി തെളിയിക്കുമ്പോൾ കോൺഗ്രസിന് ഏത് സംസ്ഥാനത്താണ് പ്രതീക്ഷ? എന്ത് കാരണങ്ങൾ മുന്നിൽ വെച്ചാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് നൽകാൻ പോകുന്നത്? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം മുഖ്യമന്ത്രിമാരുള്ള പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. 30% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ് നരേന്ദ്രമോദിക്ക് ബദലായി നരേന്ദ്രമോദി ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് നടപടികൾക്കെതിരായി ഉയർന്നു നിൽക്കാൻ സാധിക്കുന്ന, അതിനെ തടുക്കാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ശ്രീ പി കരുണാകരൻ എന്തെല്ലാം ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചാലും 274 എന്ന് പറയുന്നൊരു മാജിക് നമ്പറിലേക്ക് എത്താൻ ഒരു കാരണവശാലും മൂന്നാം മുന്നണിക്ക് സാധിക്കില്ല കോൺഗ്രസ് ഇല്ലാതെ. അപ്പോൾ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയല്ലാതെ ഒരു ഭരണമുണ്ടാക്കാൻ സാധിക്കില്ല. വർഗീയ വിരുദ്ധ ബദൽ ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ BJPയിലേക്ക് പോകാൻ സാധിക്കും? പറ്റില്ല. ഈ 10-12 പാർട്ടികൾക്ക് നാളെ ആർക്ക് വേണമെങ്കിലും വന്ന് യോജിക്കാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ ജോർജ് കുര്യൻ, ഇവിടെ മൂന്നാം ബദലിനായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒത്തുചേരുമ്പോൾ BJP പറയുന്നത് അവയെല്ലാം കോൺഗ്രസിന്റെ B ടീം ആവുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിറകിനടിയിലേക്ക് പോകാനുള്ളവയാണ് എന്നാണ്. എന്നിട്ട് പോലും ഈ കക്ഷികളെയൊന്നും ആകർഷിക്കാനുള്ള ആത്മവിശ്വാസം NDAക്കില്ല എന്നാണ് താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷം എല്ലാ കാലഘട്ടത്തും ഇവരെ കൂട്ടിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനും BJPക്കും എതിരാണ് എന്ന് പറഞ്ഞിട്ടാണ്. 2004 കോൺഗ്രസിന് നേരിട്ട് ഇടതുപക്ഷം പിന്തുണച്ചതോടുകൂടി അവരുടെ ആ ധാർമ്മികത ഇല്ലാതായി. മറ്റ് കക്ഷികൾ ഞാൻ പറഞ്ഞല്ലോ, ജയലളിത വരെയുള്ള കക്ഷികൾ, നാഷണൽ കോൺഫറൻസ് മുതൽ ജയലളിത വരെയുള്ള കക്ഷികൾ നേരത്തെയും ഇവരുടെയൊക്കെ കൂടെ നിന്നിട്ടുള്ളതാണ്. BJP സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയായപ്പോൾ അവർ BJPയുടെ കൂടെ വന്നു. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള അവകാശം അത് ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ 2004 കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തതുകൊണ്ട് അവർക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശം ഇല്ലാതായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ B ടീമായിട്ട് മാറാൻ മാത്രമേ അവർക്ക് സാധിക്കൂ എന്നാണ് പറഞ്ഞത്. റൈറ്റ്, തിരികെ എത്താം. വെങ്കടേഷ് രാമകൃഷ്ണൻ, അവസാനമായി താങ്കളിലേക്ക്. മൂന്നാം ബദൽ എന്ന ഈ സ്വപ്നം അല്ലെങ്കിൽ ഈ ചുവടുവയ്പ് ഇനിയുള്ള കാലത്ത് എങ്ങനെ മാറാനാണ് സാധ്യത? താങ്കളുടെ ഒരു വിശകലനത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയും NCPയുടെയും നിലപാടുകളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ട് നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്, ഇന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്ര നടക്കുന്നത്. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സമയം BJPയെ ശക്തിപ്പെടുത്തുകയും അതേസമയം BJPക്ക് വലിയ ദൗർബല്യങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 15% കൂടുതൽ വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു തരത്തിലുള്ള സ്വീകാര്യതയും ഇല്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹം. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന വിശ്വാസ്യത തകർച്ച, കോൺഗ്രസിൻ്റെ സർക്കാരിന് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും അതിൻ്റെ ഭരണത്തിന് വേണ്ടി എതിരായിട്ടുള്ള വിശ്വാസ്യത തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ വളരെ വലിയ പരാജയം നേരിടും എന്ന് കാണുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ മതനിരപേക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്തുചേരലിന്
എങ്ങനെ ഈ ഒരു അവസ്ഥയെ രാഷ്ട്രീയമായി മുന്നോട്ട് നയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിനിപ്പോൾ കൃത്യമായ ആശയവ്യക്തതയോ മൂർത്തതയോ ഒന്നുമില്ല. പക്ഷേ ഈ ആശയവ്യക്തത ഇല്ലായ്മയും ആശയങ്ങളുടെ കാര്യത്തിലുള്ളൊരു മൂർത്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടില്ലായ്മയും എല്ലാം നമുക്ക് മറുവശത്ത് NDAയുടെ തലത്തിൽ, അതുപോലെ തന്നെ കോൺഗ്രസ് നയിക്കുന്ന UPAയുടെ തലത്തിലെല്ലാം കാണുന്ന അതേ ആശയവ്യക്തതയുടെ ഒരു ഏറ്റക്കുറച്ചിലോട്ടുള്ള അവസ്ഥ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ അവസ്ഥയിൽ എങ്ങനെ ഇത് ആത്യന്തികമായി നമ്മുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഊന്നിയിട്ടുള്ള, രണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഊന്നിയിട്ടുള്ള ഈ സമരത്തിനിടയിൽ ഉള്ള ഗ്യാപ്പുകൾ, അതിൻ്റെ ഇടയിലുള്ള സാധ്യതകൾ, ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ പാർട്ടികളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ജോർജ് കുര്യൻ, പി കരുണാകരൻ, MA ഷാനവാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്.